ഇന്ന് അത്ഭുതകരമായ ചില സൂറത്തുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ സൂറത്തുകൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ചില ഗുണങ്ങൾ പറയാം. ഇത് 70 തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ ആരാണോ ജയിലിലകപ്പെട്ടിട്ടുള്ളത്, തടവുകാരായിട്ടുള്ളത്, അവരുടെ മോചനത്തിനത് കാരണമാകുമെന്നുള്ളതാണ്. നമ്മൾ വിജനമായൊരു പ്രദേശത്താണെന്ന് സങ്കല്പിക്കുക. അവിടെ ആരും നമുക്ക് രക്ഷയില്ല, നമ്മൾ പേടിയോടുകൂടെയാണ് കഴിയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് 300 തവണ ഈ സൂറത്തിനെ പാരായണം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടുള്ളൊരു കവചം അവന് നൽകും. ഈ സൂറത്ത് അതൊരു പാത്രത്തിൽ എഴുതിയിട്ട് കുടിച്ചാൽ അവന് പിന്നെ രോഗങ്ങളൊന്നും ഉണ്ടാകില്ല. ഉള്ള രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. സിഹറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രിയകൾ ചെയ്തത് നമ്മുടെ വീട്ടിലോ പരിസരങ്ങളിലോ നാമുമായി ബന്ധപ്പെട്ട വല്ല ഏരിയകളിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരാൻ കാരണമാകുന്ന സൂറത്തുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ചില സൂറത്തുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കതൊക്കെ ഉപകാരപ്പെടും. അത്തരം ചില സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഇതെടുത്തു പറയുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലാദ്യത്തത് മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് പറയുന്ന ആ സൂറത്തു സൽസല അത് പാരായണം ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഖുർആനിൻ്റെ പകുതിക്ക് തുല്യമാണ് എന്ന് കാണാം. ഖുർആനിൻ്റെ 1/3 കാഫിറൂന ഖുർആനിൻ്റെ 4/1 തുല്യമാണെന്നൊക്കെ മിഷ്കാത്തിൻ്റെ ഹദീസിൽ കാണാവുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും 1000 ആയത്ത് ഓതാൻ കഴിയുമോ എന്ന് ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്. എപ്പോൾ 1000 ആയത്തുകൾ ഓതാൻ കഴിയുമെന്ന്. അപ്പോൾ ആ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, അതെങ്ങനെ കഴിയാനാണ്? 1000 ആയത്തുകൾ പെട്ടെന്ന് ഓതി തീർക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തകാസുർ അൽഹാക്കുമുത്തകാസുർ എന്ന സൂറത്ത് ഓതിക്കൂടെ? അതങ്ങനെ ഓതുന്നതിന് തുല്യമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കാഫിറൂന സൂറത്ത് ഓതിയാൽ മതി. നമ്മുടെ ഈമാൻ ശക്തിപ്പെടാനും നമുക്ക് നല്ല ഈമാനികമായി കരുത്തുണ്ടാകാനും കാരണമാകുന്ന സൂറത്താണ്. മുനാഫിഖീങ്ങൾക്ക് ഈ സൂറത്ത് പതിവാക്കാൻ അതിങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ കാഫിറൂന അത് പാരായണം ചെയ്യുക. കാഫിറൂന സൂറത്ത് വല്ലവനും ഓതിയാൽ ഖുർആനിൻ്റെ 4/1 ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടും. കൊടിയ പിശാചുക്കളിൽ നിന്നും അയാളെ അള്ളാഹു രക്ഷ നൽകും. ഷിർക്കിൽ നിന്ന് അയാൾ മുക്തനാകും. മഹാദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ കാരണമാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും നമ്മൾ ഇങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഓരോ അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കതിലൊക്കെ വലിയ കാവലും ഹൈഫുളൊക്കെ നൽകാൻ അത് കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ കാഫിറൂന സൂറത്ത് ഓതാൻ കുട്ടികളോട് കൽപ്പിക്കുവിൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാവുന്നതാണ്. അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കാഫിറൂന സൂറത്ത് ചെറിയ മക്കളൊക്കെ ഒതുക്കുകയാണെങ്കിൽ അവർക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും സംഭവിക്കൂല. യാത്ര തുടങ്ങുമ്പോൾ കാഫിറൂനയും ഇദാ ജാ നസ്റുല്ലാഹിയും സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും ഒക്കെ ഓതിക്കഴിഞ്ഞാൽ അവന് വലിയ ഹിഫ്ളും കാവലും ഒക്കെ ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. സൂര്യോദയത്തിലും അസ്തമയ സമയത്തും 7 പ്രാവശ്യം സൂറത്തുൽ ളുഹ ആരെങ്കിലും പാരായണം ചെയ്താൽ അയാളുടെ ധനമൊന്നും പാഴായി പോവുകയില്ല, അയാളുടെ ഉടമയിലുള്ള ഒന്നും ഓടിപ്പോവുകയില്ല, അയാളുടെ വീട്ടിൽ നിന്ന് ഒന്നും മോഷ്ടിക്കപ്പെടുകയില്ല, അയാളുടെ വീട്ടിൽ ഫസാദ് ഉണ്ടാകുകയില്ല, അയാളുടെ വീട്ടിൽ കോളറ, പ്ലേഗ് പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാകൂല. കള്ളന്മാരും പിശാചുക്കളും അയാളുടെ വീട്ടിനെ സമീപിക്കുമ്പോൾ അവിടെ ഉരുക്കുമതിൽ പോലെ അവർക്ക് അദൃശ്യമായ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുകയും അപ്പുറം അതിൻ്റെ അപ്പുറത്തേക്ക് ചെന്നെത്താൻ അവർക്കൊരു ആത്മീയമായൊരു തടസ്സമുണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമയങ്ങളിലൊക്കെ
ഇത്തരം അമലുകളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെങ്കിലും വല്ലുഹ സൂറത്ത് പാരായണം ചെയ്താൽ അവന് മിനയിൽ രാപ്പാർത്ത കൂലിയുണ്ട്. മഹാനരായ സൈനുദ്ദീൻ അൽ ബക്കിരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സൂറത്തുൽ ദുഹ 40 ദിവസം 40 തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നതെന്തും നൽകപ്പെടും. അയാൾക്കാവശ്യമായ ഹിക്മത്തുകൾ അത് ഉറക്കയിലോ ഉണർച്ചയിലോ ഒക്കെ ആയിട്ട് അയാളിലേക്ക് അത് അറിയിച്ചു കൊടുക്കപ്പെടുന്ന രൂപത്തിലേക്ക് അവനെത്തും. അവർ അധ്വാനിക്കുന്നതൊന്നും വെറുതെയാകില്ല എന്നൊക്കെ മഹാന്മാർ പറയുന്നതായിട്ട് കാണാം. ആരെങ്കിലും അലം നശ്റഹ് സൂറത്ത് ഓതിയാൽ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്നെ സന്തോഷിപ്പിച്ചതിന് തുല്യമാണെന്ന് തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാവുന്നതാണ്. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അലം നശ്റഹ് പതിവാക്കിയാൽ അയാളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ദുഃഖങ്ങളെല്ലാം അകറ്റപ്പെടും. ഓർക്കാത്ത പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിലൂടെ സാമ്പത്തികമായ വഴികൾ അവന് തുറന്നുകൊണ്ടിരിക്കും. എല്ലാ ഫർള് നിസ്കാര ശേഷവും അലം നശ്റഹ് 40 തവണ 7 ദിവസം തുടർച്ചയായി ഓതിയാൽ നിസ്സംശയം അള്ളാഹു അവനെ സമ്പന്നനാക്കി മാറ്റും. ഒരു ആരിഫ് പറയുന്നുണ്ട്, ഒന്നും മനഃപ്പാടമാക്കാൻ കഴിയാത്തവൻ ഈ സൂറത്ത് എഴുതി മായ്ച്ചു കുടിച്ച് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ കേട്ടതൊക്കെ മനഃപ്പാടമാകുന്ന പരുവത്തിലേക്ക് അവൻ എത്തുന്നതാണ്. അപ്പോൾ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളുണ്ട്. സൂറത്തുൽ ഖദ്ർ ഒരാൾ ഓതിയാൽ റമളാൻ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കി അത് നിസ്കരിക്കുകയും ചെയ്ത കൂലി കിട്ടുമെന്ന് തഫ്സീർ റൂഹുൽ ബയാനിലുണ്ട്. സൂറത്തുൽ ഖദ്ർ 100 തവണ ആരെങ്കിലും ഓതിയാൽ അയാളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഖൽബിൽ ഇസ്മുൽ അഅ്ലം നിക്ഷേപിച്ചു കൊടുക്കും. അങ്ങനെ ഇസ്മുൽ അഅ്ലം നിക്ഷേപിച്ചു കൊടുത്താലോ ചോദിക്കുന്നതെന്തും അള്ളാഹു കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇസ്മുൽ അഅ്ലമിന് നിക്ഷേപിക്കപ്പെടും. വെള്ളിയാഴ്ച ഈ സൂറത്ത് 1000 തവണ പാരായണം ചെയ്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളുടെയും ഇബ്ലീസിൻ്റെയും ഇടയിൽ യജൂജ് മജൂജുകളുടെ മതിൽ പോലെയുള്ള മതിലുണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നബിയേ എന്ന് പറഞ്ഞപ്പോൾ, ഉണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, എങ്കിൽ മഗ്രിബിൻ്റെയും സുബ്ഹിയുടെയും ശേഷം ഈ സൂറത്ത് 3 തവണ പാരായണം ചെയ്യുക. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കും മുമ്പ് ഇങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദുഃഖദുരിതങ്ങളും അവൻ്റെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഇടയിൽ ഒരു വൻമതിൽ സൃഷ്ടിക്കപ്പെടുകയും അവൻക്ക് അത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സംഭവിക്കാതിരിക്കാൻ അത് കാരണമാകുകയൊക്കെ ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ ഓരോ ആയത്തോതുന്നതിനും ഓരോ തവണ ഇഞ്ചിയിൽ വായിക്കുന്നതിൻ്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രതിഫലം സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുന്നവർക്കുണ്ട്. നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ഖദ്ർ വുളു എടുത്ത ശേഷം അത് ഓതിക്കഴിഞ്ഞാൽ എല്ലാ പാവങ്ങളും പൊറുക്കപ്പെടും. സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ അയാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ അരുവികളിൽ നിന്ന് അയാളെ കുടിപ്പിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിടക്കാൻ സമയം, നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, കിടക്കുന്ന സമയത്ത് 1000 ആയത്തോതി കിടന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് 1000 ആയത്തോതി കിടക്കുക, അത് കുറേ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ സൂറത്തു തകാസുർ പാരായണം ചെയ്യൂ, അത് ഓതിക്കഴിഞ്ഞാൽ 1000 ആയത്തോതിയ പ്രതിഫലമുണ്ട്. നമ്മളിങ്ങനെയുള്ള ചെറിയ അമലുകളൊക്കെ കാണുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇത് പതിവാക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ കൗസർ 70 തവണ പാരായണം ചെയ്താൽ തടവുകാരൻ അവനെ രക്ഷപ്പെടാൻ അത് കാരണമാകും. സൂറത്തുൽ കൗസർ 300 തവണ പാരായണം ചെയ്താൽ വിജനമായ സ്ഥലത്ത് അവനൊന്നും ഭയമില്ലാതെ ജീവിക്കാനുള്ള തൗഫീഖ് ലഭിക്കും. സൂറത്തുൽ ഖദ്ർ ഒരു പാത്രത്തിൽ എഴുതി കുടിച്ച് ശരീരത്തിലെ രോഗം ശിഫയാകാൻ വേണ്ടി പ്രത്യേകം അത് ചെയ്താൽ എല്ലാ രോഗങ്ങളും ശിഫയാകാൻ അത് കാരണമാകും. ഇമാം തമീമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൂറത്തുൽ കൗസർ ഓതൽ പതിവാക്കിയാൽ ഖൽബ് മയപ്പെട്ട് കിട്ടും, റബ്ബിനെ ഭയമുണ്ടാകും, ആരാധനകളിൽ സ്ഥൈര്യമുണ്ടാകും. മഴ പെയ്യുമ്പോൾ ഈ സൂറത്ത് 100 തവണ ഓതിയ ശേഷം ദുആ ചെയ്താൽ ഉടനെ ഉത്തരം കിട്ടും. മഴ പെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടുന്ന സമയമായിട്ട് മുത്തുനബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഭൗതികമോ പാരത്രികമായ ഏതു കാര്യവും സാധിക്കാൻ സൂറത്തുൽ ഖദ്റിന് സാധ്യമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ അതുപോലെ തന്നെ സിഹ്റുമായി ബന്ധപ്പെട്ട്
പൈശാചികമായ ബുദ്ധിമുട്ടുകളുള്ളവർ, സിഹറുമായി ബന്ധപ്പെട്ട ക്രിയകൾ എവിടെ ചെയ്തു വെച്ചതെന്ന് അറിയില്ല, ചെയ്തു വെച്ചിട്ടുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുന്നുണ്ട്. എന്നാൽ വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്തുൽ ഖദർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതെവിടെയാണ് കുഴിച്ചിട്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ കൗസറും പാരായണം ചെയ്യുക. സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ അത് എവിടെയാണ് സ്ഥലം എന്ന് അള്ളാഹു വ്യക്തമാക്കി കൊടുക്കും. അതിന് സൂറത്തുൽ കൗസർ കൊണ്ടും സാധിക്കും, സൂറത്തുൽ ഖദർ കൊണ്ടും സാധിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ്. പല വിഷയങ്ങളും, പല പ്രതിസന്ധികളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ദുആ കേൾപ്പിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ എല്ലാ മുറാദുകളും റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.